ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഓണമൊക്കെ? എൻ്റെ ഓണം എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു ഓണമായിരുന്നു. ആദ്യം തന്നെ എണീക്കുന്നു, ഓണസദ്യ, പൂക്കളം, ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ വേറെ ഫ്രണ്ടും കൂടി ഫുൾ സദ്യ പ്രിപ്പയർ ചെയ്തത് കുറച്ചൊക്കെ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ടാണ്. പിന്നെ ഞാൻ മൈലാഞ്ചി ഇട്ടു, പിന്നെ ഡ്രസ്സിലൊക്കെ ഒരുങ്ങി വന്നു. അങ്ങനെയൊക്കെ വലിയ കാര്യത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് എ ക്യൂട്ട് സിമ്പിൾ ഓണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സദ്യയൊക്കെ നല്ലതായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കിയോണ്ട് പറയില്ല, കുഴപ്പമില്ല, നല്ലതായിരുന്നു. ആദ്യമായിട്ട് ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കി ഒറ്റയ്ക്ക്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. എല്ലാം അടിപൊളിയായിരുന്നു. സോ എന്തൊക്കെയാ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നടന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഡേ ബിഫോർ ഓണം ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഇരിക്കുവാണ്. ഇപ്പോൾ ഏകദേശം 12:45 ഡേ ബിഫോർ എന്ന് പറയാൻ പറ്റില്ല, ഏർലി മോർണിംഗാണ് ഞാൻ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പൂക്കളം ഒക്കെ ഇടാൻ വേണ്ടി ഡിസൈൻസൊക്കെ വരയ്ക്കുമായിരുന്നു. അത് വലിയ പൂക്കളൊന്നുമല്ല, ചെറുതായി ഭംഗിയിൽ എന്തെങ്കിലും ഇവിടെ അടുത്തുള്ള വല്ല പൂക്കൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഓണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾ പൂക്കളൊക്കെ പോയി പറിച്ചു. ദെൻ ഞങ്ങൾ പൂക്കളം ഇട്ടു. ഇറ്റ് വാസ് എ ക്യൂട്ട് പൂക്കളം. പിന്നെ ഞങ്ങൾ കുക്കിംഗ് ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് ഇതിപ്പോൾ ദാലാണ് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ടൊക്കെ വന്നായിരുന്നു. പിന്നെ അവളായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളതും കൂടി ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും എല്ലാം റെഡിയായി. ഇത്രയും കറികളുണ്ടായിരുന്നു. ഇതൊക്കെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ടാക്കിയതാണ്. സോ വി ആർ വെരി പ്രൗഡ് ഓഫ് അവർ സെൽഫ്. നന്നായി വിശന്നിരിക്കുമായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ വിളമ്പുമായിരുന്നു ഞങ്ങളിരുന്ന്. എന്നാലല്ലേ വേഗം ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാനിരുന്നു. എന്നിട്ട് ഫുഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും. പിന്നെ വേഗം തന്നെ ഫുഡ് കഴിച്ചു. ഞാനാണെങ്കിൽ ഭയങ്കര സദ്യ ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഈ ഫുഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള കറി ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഹലോ ഗായ്സ്, സോ ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗാർഡൻ ഹൗസ്. പിന്നെ ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചെറി ബ്ലോസം ഹൗസ്. നല്ല അടിപൊളിയല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഓണമൊക്കെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ ഓണം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഡു കോമെൻറ്റ് ഡൗൺ ബിലോ. സോ see you on my next video. Bye.